സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 2 ദിവസത്തെ സൗദി സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിദ്ദയിലെത്തി. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ക്ഷണമനുസരിച്ച് എത്തിച്ചേർന്ന മോദിക്ക് ജിദ്ദ റോയൽ ടെർമിനലിൽ 21 റൗണ്ട് ഗൺ സല്യൂട്ട് നൽകിയാണ് വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി വരവേറ്റത്. മക്ക മേഖല ഡെപ്യൂട്ടി ഗവർണർ സൗദ് ബിൻ മിഷൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരൻ, വാണിജ്യ വ്യവസായ മന്ത്രി മാജിദ് ബിൻ അബ്ദുള്ള അൽ ഖസബി, ജിദ്ദ ഗവർണറേറ്റ് മേയർ സാലിഹ് അലി അൽ തുർക്കി എന്നിവർ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമൂഹവുമായുള്ള കൂടിക്കാഴ്ച നടക്കും. ഇതിനുശേഷം സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും. ഹജ്ജ് തീർത്ഥാടനം എളുപ്പവും സുരക്ഷിതവുമാക്കുന്നതിന്റെ ഭാഗമായി വിസ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള നടപടികൾ സൗദി ആഭ്യന്തര മന്ത്രാലയം കടുപ്പിക്കുന്നു. സന്ദർശക വിസകൾ ഉൾപ്പെടെയുള്ള എൻട്രി വിസകളുടെ കാലാവധി കഴിഞ്ഞിട്ടും സൗദി അറേബ്യ വിട്ടുപോകാത്ത പ്രവാസികൾക്ക് $500,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും നാടുകടത്തലും നേരിടേണ്ടി വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് ഉംറ മന്ത്രാലയം പുറപ്പെടുവിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഹജ്ജ് വിസ ഒഴികെ ഏതൊരു വിസ കൈവശമുള്ളവർക്കും ഹജ്ജ് തീർത്ഥാടനം നടത്താൻ അർഹതയില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഹജ്ജ് പെർമിറ്റ് എന്ന് രേഖപ്പെടുത്തിയ വിസ കൈവശമുള്ളവർക്ക് മാത്രമാണ് തീർത്ഥാടനത്തിന് അർഹതയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അക്കാര്യം അധികൃതരെ അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ ഏകീകൃത നമ്പറായ 911 എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർ 999 എന്ന നമ്പറിലും വിളിച്ച് ഹജ്ജ് ചട്ടങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്നവരെക്കുറിച്ച് വിവരം അറിയിക്കാം. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്തിന് പുറത്തു പോകാത്ത വിദേശികൾക്ക് മാത്രമല്ല, അക്കാര്യം അധികൃതരെ അറിയിക്കാത്ത വിസ കമ്പനികളും സ്ഥാപനങ്ങളും ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുന്ന ഹജ്ജ് ഉംറ തീർത്ഥാടകരെക്കുറിച്ചുള്ള വിവരം റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് പരമാവധി $100,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഏപ്രിൽ 29 മുതൽ ഹജ്ജ് വിസ കൈവശമില്ലാത്ത ഒരാൾക്കും മക്കയിൽ പ്രവേശിക്കാനാകില്ലെന്ന് സൗദി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെ സാധുവായ പെർമിറ്റ് ഇല്ലാത്ത പ്രവാസികൾക്ക് ഏപ്രിൽ 23 മുതൽ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്ക് നിലവിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു. മക്കയിൽ ഔദ്യോഗികമായി താമസം അഥവാ റെസിഡൻസി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾ, സാധുവായ ഹജ്ജ് പെർമിറ്റ് കൈവശമുള്ളവർ, പുണ്യസ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ അനുമതിയുള്ള ജീവനക്കാർ എന്നിവർക്ക് മാത്രമേ ഏപ്രിൽ 29 മുതൽ മക്കയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അബ്ഷിർ ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം വഴിയോ മുഖീം പോർട്ടൽ വഴിയോ ഓൺലൈനായി ഇതുമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾക്ക് അപേക്ഷ സമർപ്പിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. നേരത്തെ ഉംറയ്ക്കും സന്ദർശനത്തിനും മറ്റുമായി രാജ്യത്തെത്തിയ വിദേശ തീർത്ഥാടകർക്ക് രാജ്യം വിടാനുള്ള അവസാന തീയതി 2025 ഏപ്രിൽ 29 ആയിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മക്കയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ 2025 ഏപ്രിൽ 23 ബുധനാഴ്ച മുതൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റുകൾ നേടേണ്ടതുണ്ട്. സൗദി പൗരന്മാർ, GCC പൗരന്മാർ, സൗദി അറേബ്യയിലെ പ്രവാസികൾ, മറ്റ് വിസ ഉടമകൾ എന്നിവർക്ക് നുസുക് പ്ലാറ്റ്ഫോം വഴി ഉംറ പെർമിറ്റുകൾ നൽകുന്നത് ഏപ്രിൽ 29 ചൊവ്വാഴ്ച മുതൽ നിർത്തിവെക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 2025 ജൂൺ 10 തിങ്കളാഴ്ച വരെ ഈ വിലക്ക് തുടരും. മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും നഗരത്തിനുള്ളിൽ തുടരുന്നതിനുമുള്ള അനുമതി ഏപ്രിൽ 29 മുതൽ ഔദ്യോഗിക ഹജ്ജ് വിസയുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്നതിനാൽ വ്യക്തികളും സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ബാത്തിന, ബുറൈമി മേഖലകളിലെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് വിവിധ സേവനങ്ങൾ നൽകുന്നതിനായി മസ്കറ്റ് ഇന്ത്യൻ എംബസി സൊഹർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുമായി സഹകരിച്ച് കോൺസുലർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സൊഹറിലെ ജിൻഡോൾ ടൗൺഷിപ്പ് ഹാളിൽ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെയുമായിരിക്കും ക്യാമ്പ്. ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അപേക്ഷകൾക്കും മറ്റ് സേവനങ്ങൾക്കും വരുന്നവർ പാസ്പോർട്ട്, സിവിൽ ID കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും കരുതണം.
അതേസമയം സാങ്കേതിക കാരണങ്ങളാൽ പാസ്പോർട്ട് പുതുക്കലുകൾ സ്വീകരിക്കുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു. ബാത്തിന ബുറൈമി മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്കേറെ ആശ്വാസകരമാകും എംബസി ഒരുക്കുന്ന കോൺസുലർ ക്യാമ്പ്. തുടർ സേവനങ്ങൾ എംബസി വഴിയും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി 99385148 എന്ന നമ്പറിലോ 99262730 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ക്യാമ്പിൽ ലഭിക്കുന്ന സേവനങ്ങൾ ഇനി പറയുന്നു. പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റേഷൻ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, സത്യവാങ്മൂലം അറ്റസ്റ്റേഷൻ, പാസ്പോർട്ടിന്റെ പേരിന്റെ അക്ഷര വിന്യാസത്തിലോ കുടുംബപ്പേര് ചേർക്കുന്നതിനോ പേരുകൾ വിഭജിക്കുന്നതിനോ ഉള്ള അപേക്ഷകൾ സ്വീകരിക്കൽ, നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ, NRI, CIW എന്നീ സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ സ്വീകരിക്കൽ, ഇന്ത്യയിൽ വായ്പ എടുക്കുന്നതിനുള്ള സാലറി സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയവയാണ്. കേരളവും ഒമാൻ ചെയർമാൻസ് 11 തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മത്സരം ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ കേരളം നേടിയ വിന്നും ജയത്തിന് മറുപടിയായി ആതിഥേയർ ഇന്ന് മികച്ച വിജയം ലക്ഷ്യം വെച്ചാകും ഇറങ്ങുന്നത്. പരമ്പരയിൽ 1-0 കേരളം മുന്നിലാണിപ്പോൾ. 4 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ വിജയം. ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി ഇന്നലെയും കേരള താരങ്ങൾ പരിശീലനത്തിന് ഇറങ്ങി. ഈ മാസം 25-നും 27-നുമാണ് അടുത്ത 2 ഏകദിന മത്സരങ്ങൾ. സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ദോഫർ ഗവർണറേറ്റിലെ ഐൻ അർസാത്ത് മേഖലയിൽ അനധികൃതമായി ശേഖരിച്ച 8 ടണ്ണോളം വിറക് പിടികൂടി. നിയമവിരുദ്ധമായി വിറക് ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത 23 കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി അതോറിറ്റിയും റോയൽ ഒമാൻ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. യന്ത്രവാളുകൾ ഉപയോഗിച്ച് മരം മുറിക്കൽ, രാസവസ്തുക്കൾ കുത്തിവെച്ച് മരങ്ങൾ നശിപ്പിക്കൽ, നിയമവിരുദ്ധമായി മരങ്ങൾ പിഴുതെടുക്കൽ തുടങ്ങിയ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. പരിസ്ഥിതി സംരക്ഷണം വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി. വേനൽ ശക്തമായതോടെ വിദ്യാർത്ഥികൾക്കിടയിൽ ചിക്കൻ പോക്സ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. സ്കൂളുകളിൽ രോഗബാധിതരായി എത്തുന്ന കുട്ടികൾ വർദ്ധിച്ചതോടെ പ്രതിരോധ നടപടികൾ അധികൃതർ ആരംഭിച്ചിരിക്കുകയാണ്. മുതിർന്നവരിലും അസുഖം കണ്ടുവരുന്നുണ്ട്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ രോഗം തീവ്രമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. സമ്പർക്കത്തിലൂടെ പകരുന്നതിനാൽ തുടക്കത്തിൽ തന്നെ കരുതലെടുക്കണം. വാക്സിനേഷനാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. ഇതുവരെ ചിക്കൻ പോക്സ് വരാത്തവരിലും വാക്സിൻ എടുക്കാത്തവരിലുമാണ് കൂടുതൽ രോഗം ബാധിക്കുന്നത്. ചെറിയ കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ഗർഭിണികൾ, ദീർഘകാലമായി ശ്വാസകോശ രോഗങ്ങളുള്ളവർ എന്നിവർ കൂടുതൽ കരുതൽ സ്വീകരിക്കണം. വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് കാരണം ഉണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ചിക്കൻ പോക്സ്. കൃത്യമായി പ്രതിരോധം തുടക്കം മുതൽ നടത്താനായാൽ പെട്ടെന്ന് ഭേദമാക്കാം. പനി, ക്ഷീണം, ശരീരവേദന, തലവേദന, വിശപ്പില്ലായ്മ, ശരീരത്തിൽ കുമിളകൾ, പൊന്തൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. ശരീരത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്ന കുമിളകൾ വന്ന് 4 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഉണങ്ങിത്തുടങ്ങും.